ഇന്നത്തെ അറിയിപ്പുകൾ. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ മീഷോയുടെ പേരിൽ വ്യാജ ലിങ്കുകൾ പ്രചരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി മുന്നറിയിപ്പ്. മെഗാ ഓഫർ, ഐഫോൺ നേടാം എന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി സഞ്ചരിക്കുന്നത്. വ്യാജ ലിങ്കുകൾ വഴി വ്യക്തിഗത വിവരങ്ങളും പണവും തട്ടിയെടുക്കുകയാണ് തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നതെന്ന് പോലീസ് പറയുന്നു. ഫിഷിംഗ് രീതി നടക്കുന്ന ഈ തട്ടിപ്പിൽ ക്ലിക്ക് ചെയ്യുന്നവർക്ക് ബാങ്കിംഗ് വിവരങ്ങൾ, കാർഡ് ഡീറ്റെയിൽസ്, OTP എന്നിവ കൈക്കലാക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപരിചിതരിൽ നിന്ന് ലഭിക്കുന്ന ലിങ്കുകൾ തുറക്കരുതെന്നും ഷെയർ ചെയ്യരുതെന്നും പോലീസ് ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് പ്രമുഖ ബ്രാൻഡുകളുടെ പേരിലുള്ള സമ്മാനങ്ങൾ, വമ്പിച്ച ഓഫറുകൾ തുടങ്ങിയ വാഗ്ദാനം ചെയ്യുന്ന സന്ദേശങ്ങളെ അതീവ ജാഗ്രതയോടെ സമീപിക്കണം. ഓഫറുകളെക്കുറിച്ച് ലിങ്കുകൾ ലഭിച്ചാൽ അത് ക്ലിക്ക് ചെയ്യാതെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ആപ്പിലോ മാത്രം പരിശോധിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ഇരയാവുകയോ ചെയ്താൽ ഉടൻ തന്നെ 1930 എന്ന സൗജന്യ നമ്പറിൽ ബന്ധപ്പെടണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അടുത്ത വർഷം മാർച്ച് അവസാനത്തോടെ 8 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനും കൂടി പുറത്തിറങ്ങുമെന്ന് പെരുമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി അധികൃതർ അറിയിച്ചു. ആദ്യ ട്രെയിൻ ജനുവരിയിൽ സർവീസ് ആരംഭിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ICF അറിയിച്ചു. 16 കോച്ചുകളുള്ള 10 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണ കരാർ ബെമലിന് നൽകിയിരുന്നു. ഇതിൽ 2 ട്രെയിനുകൾ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി ICFന് കൈമാറിയിട്ടുണ്ട്. ആദ്യ ട്രെയിൻ ജനുവരിയിൽ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ബെമൽ നിർമ്മിച്ച 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്കും വിജയകരമായ പരീക്ഷണോട്ടം നടത്തി. ബാക്കിയുള്ള 8 ട്രെയിനുകളും മാർച്ചിനകം നിർമ്മിച്ച് ICFന് കൈമാറുമെന്ന് ബെമൽ അറിയിച്ചു. പരീക്ഷണോട്ടം പൂർത്തിയായ ട്രെയിനുകൾ റെയിൽവേക്ക് കൈമാറും. അതേസമയം ICFൽ ഇപ്പോൾ 50 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ അടുത്ത വർഷം മുതൽ ഘട്ടം ഘട്ടമായി പുറത്തിറങ്ങും. ICF നിർമ്മിക്കുന്ന പുതിയ വന്ദേ ഭാരത് സ്ലീപ്പറുകളിൽ 24 കോച്ചുകൾ ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. പാൻട്രി കാറും കൂടുതൽ ആധുനിക സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് പുതിയ മോഡലുകളുടെ പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. തെക്കൻ കേരളത്തിൽ നാളെ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ തിങ്കളാഴ്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലായാണ് മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ചൊവ്വാഴ്ചയും യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.